ഹായ്, സഹദേവ് മോഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ ഇത്തവണത്തെ എപ്പിസോഡിൽ LP വിഭാഗം കുട്ടികൾക്കുള്ള ഒരു പസിലാണ്. പലപ്പോഴും LP ടീച്ചേഴ്സും രക്ഷിതാക്കളും അതുപോലെ കുട്ടികളും ഒരു പസിലിന് വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല പസിൽ, ഒരു പാസ്വേഡ് കണ്ടെത്താനുള്ള ഒരു പസിലാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. ഒരു പസിലാവുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരു ചെറിയൊരു കഥയോടുകൂടി ആരംഭിക്കുന്നതാണ് സാധാരണഗതിയിൽ കാണാം. ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം അവതരിപ്പിക്കുക ഒരു കഥയുടെ പിൻബലത്തോട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ലാപ്ടോപ്പ്, ഓഫീസ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പാണ്. ഇത് സാധാരണഗതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കില്ല. കാരണം എന്തെങ്കിലും ഡാറ്റ കൈമോശം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും മറിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് സാധാരണഗതിയിൽ രക്ഷിതാക്കള് ഓഫീസ് സംബന്ധമായ അത്തരത്തിലുള്ള ലാപ്ടോപ്പ് കുട്ടികളെ കയ്യകലത്തുനിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത് സാധാരണഗതിയിൽ കുട്ടികൾ വാശി പിടിക്കുകയും ചെയ്യുക, ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇതേമാതിരി ധർമ്മസങ്കടത്തിലായ ഒരച്ഛൻ കുട്ടീന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ, അപ്പോൾ അച്ഛനൊരു കണ്ടീഷൻ വെച്ചതാണ്. ശരി, ലാപ്ടോപ്പ് നിനക്കെടുക്കാം, നീ അതിന്റെ പാസ്വേഡ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഞാനത് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തതാണ്. ഒരു 10 അക്ക സംഖ്യയാണ്. ഞാൻ അതിന്റെ സൂചനകൾ മാത്രം തരാം. ആ സൂചനകൾ ഉപയോഗിച്ച് നിനക്ക് അത് പാസ്വേഡ് കണ്ടെത്തി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളി കുട്ടിക്ക് കൊടുക്കുകയാണ്. ഇതാണ്, അതായത് ഏത് പസിലിനും ഒരു വെല്ലുവിളി ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അതിന്റെ ഉത്തരം കണ്ടെത്തി പിന്നെ ജയിക്കണം എന്നുള്ള വാശിയായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഒരു കഥയുടെ പിൻബലത്തോടു കൂടി നമ്മൾ ഒരു പ്രോബ്ലം അവതരിപ്പിച്ചു. ഒരു കാണാതെ പോയ അല്ലെങ്കിൽ അറിയാത്ത അച്ഛൻ ഒളിപ്പിച്ചു വെച്ച ആ 10 അക്ക സംഖ്യയുടെ പാസ്വേഡ് ഏതാണ്? അതിന് ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. സൂചനകൾ എന്തെല്ലാം? അപ്പോൾ അത് നമ്മൾ കൃത്യമായി ഒരു ചാർട്ട് പേപ്പറിൽ കൊള്ളുന്നില്ലെങ്കിൽ 2 ചാർട്ട് പേപ്പറിലാക്കി കൃത്യമായി സൂചനകൾ എഴുതണം. അത് നമ്പർ ഇട്ടുകൊണ്ട് സൂചനകളിൽ ഒരു പെശകും വരരുത്. അത് കൃത്യമായി എഴുതിയിരിക്കണം. അത് മുൻകൂട്ടി എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ മുൻകൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ മത്സരം തുടങ്ങുന്നതാണ്. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് 3 മണിക്കൂർ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ആ 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ടതാണ് ഈ സൂചനകൾ. അപ്പോൾ എന്തെല്ലാം സൂചനകൾ നമുക്ക് നോക്കാം. ഇത് വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 10 അക്ക സംഖ്യയാണെന്നാണ് ഒന്നാമത്തെ സൂചന. വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 10 അക്ക സംഖ്യയാണ്. അപ്പോ വ്യത്യസ്ത അക്കങ്ങളുള്ള 10 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അക്കങ്ങൾ എത്രയുണ്ട്? അത് 10-നല്ലേ ഉള്ളത്. നമ്മളെ കയ്യിൽ എത്ര അക്കമുണ്ട്? നമുക്ക് എത്ര അക്കങ്ങൾ തന്നിട്ടുണ്ട്? അതാകെ 10 ഉള്ളൂ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ. അപ്പോൾ 10 അക്കങ്ങളെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 10 അക്കങ്ങളും വേണമെങ്കിൽ ഒരക്കവും മിസ്സാവരുത്, ഒരക്കവും ആവർത്തിക്കരുത്. ഇതല്ലേ ആ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. സൂചനയിൽ ഇതൊന്നും പറയുന്നില്ല. എന്താണ്? 10 അക്കമുള്ള ഒരു വ്യത്യസ്ത അക്കങ്ങളുള്ള ഒരു 10 അക്ക സംഖ്യ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇങ്ങനെയായിരിക്കും എന്ന് കണക്കാക്കിയെടുക്കേണ്ടതാണ്. അതായത് സൂചനകളിൽ നിന്ന് നമ്മൾ വികസിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സൂചന നോക്കാം. രണ്ടാമത്തെ സൂചന പറയുന്നത് വലത്തു നിന്നും രണ്ടാമത്തെ സ്ഥാനത്ത്, അതായത് വലത്തെ അറ്റത്തുനിന്ന് എണ്ണി തുടങ്ങിയ അതിന്റെ രണ്ടാമത്തെ, വലതു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണല്ലോ, വലത് കൈയിന്റെ ഭാഗം. വലതു ഭാഗത്തുനിന്നും രണ്ടാമത്തെ സ്ഥാനത്ത് ഇന്ന സംഖ്യ എന്ന് പറയുന്നില്ല. എന്താ പറയുന്നത്? ആ സ്ഥാനത്തുള്ള സംഖ്യയുടെ ഇരട്ടി ഇടത് ഭാഗത്തും 3 മടങ്ങ് വലതു ഭാഗത്തും കാണുന്നതെന്നാ പറയുന്നത്. അപ്പോ രണ്ടാമത്തെ കോളത്തിൽ ഏതാ സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് ഇടത് ഭാഗത്തുള്ളത്, 3 മടങ്ങാണ് വലതു ഭാഗത്തുള്ളത്. അപ്പോ ഒന്നും കൂടെ നമ്മുടെ
പിന്നെ വലത്തെ അറ്റത്ത് നിന്ന് രണ്ടാമത്തെ കോളത്തിൽ വരുന്ന ഏത് സംഖ്യ എന്നറിയില്ല, ആ വരാനിടയുള്ള ഒരു സംഖ്യയുടെ ഇരട്ടി ഇടതുഭാഗത്തും 3 മടങ്ങ് വലതുഭാഗത്തും കാണുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ സൂചന. ഓക്കെ, ഇനി മൂന്നാമത്തെ സൂചന എന്താ? നാലാമത്തെ കോളത്തിലും മൂന്നാമത്തെ കോളത്തിലുമുള്ള രണ്ടക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ ഒരു സമചതുര സംഖ്യയാണ്. നാലാമത്തെ കോളത്തിലെയും മൂന്നാമത്തെ കോളത്തിലെയും അക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ ഒരു സമചതുര സംഖ്യയാണ്. അപ്പോ എന്താണ് സമചതുര സംഖ്യ? ഇത് പല നമ്പർ പാറ്റേൺ ആയിട്ട് കുട്ടികൾ പഠിക്കുന്നതാണ്. മറ്റൊന്നും നോക്കണ്ട, സമചതുരത്തിൽ വളർന്നു വരുന്ന സംഖ്യകൾ. അത് നമ്മുടെ LP തലത്തിലുള്ള കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെ, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4, 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16, 5 5 25, 6 6 36, 7 7 49, 8 8 64, 9 9 81, 10 10 100 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 3 അക്ക സംഖ്യയായി പോയി. നമ്മളിവിടെ പറയുന്നത് 2 അക്ക സംഖ്യയാണ്. അപ്പോ 1 4 9 പറ്റില്ല. കാരണം എന്താ? അതല്ല ഓരോ അക്കയുള്ളൂ. അതിനപ്പുറത്ത് 16 മുതലാണ് നമ്മൾ എടുക്കുന്നത്. 16, 25, 36, 49, 64, 81 ഇത്ര വരെ വരാം. ഓക്കെ, അപ്പോ ആ സൂചനയും അവിടെ നിന്ന്. പിന്നെന്താ പറയുന്നത്? 5ാമത്തെ സ്ഥാനത്തെ അക്കവും 4ാമത്തെ സ്ഥാനത്തെ അക്കവും ചേർന്ന രണ്ടക്ക സംഖ്യ. നേരത്തെ എന്താ പറഞ്ഞത്? 4ാമത്തോ 3ാമത്തോ സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ ഒരു സമചതുര സംഖ്യയാണെന്ന് പറഞ്ഞതുപോലെ 5ാം സ്ഥാനത്തെ അക്കവും 4ാം സ്ഥാനത്തെ അക്കവും ഒരു സമചതുര സംഖ്യയാണെന്ന് പറയുന്നത്. അക്കവും ചേർന്ന സംഖ്യ. അപ്പോ രണ്ടെണ്ണം സമചതുര സംഖ്യ കൊണ്ട് പറഞ്ഞു. 4ാമത്തെയും 3ാമത്തെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ സമചതുര സംഖ്യയാണ്. 5ാമത്തെയും 4ാമത്തെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യയും സമചതുര സംഖ്യയാണ്. ഇതാണ് അടുത്ത സൂചന. ഇനി അടുത്ത സൂചന ഏതാണ്? 5ാമത്തെ കോളത്തിൽ ഉള്ള സംഖ്യ, 5ാമത്തെ കോളത്തിൽ വരുന്ന നമ്പർ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 3 തവണ ഗുണിച്ചുണ്ടായ ഫലമാണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 3 തവണ ഗുണിച്ച് കിട്ടിയ ഉത്തരമാണ് അവിടെ ഉള്ളത്. എവിടെയുള്ളത്? 5ാമത്തെ കോളത്തിലുള്ളത്. അവിടെ ഏതാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതായിരിക്കും അങ്ങനെയുള്ള വരുന്നത്. 1 ഗുണിക്കണം 1 ഗുണിക്കണം 1, അത് 1 തന്നെയാണ്. ഇനി 2 എടുത്ത് 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്രയാണ്? 8 ആണ് വരിക. 2 2 4, 4 2 8. യെസ്. ഇനി 3 ഗുണിക്കണം 3 ഗുണിക്കണം 3, അതെത്രയാ? 27 ആണ് വരിക. അത് രണ്ടക്ക സംഖ്യയായിപ്പോയി. നമുക്കിവിടെ ഒരക്കാണ് വേണ്ടത്. അങ്ങനെയാണ്. അതായത് ആയിരിക്കും ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അത് നമ്മൾ കൃത്യമായിട്ട് ചേർത്തെടുക്കുന്നത്. യെസ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകുതി ഭാഗം പിന്നിട്ട് ഇനി അടുത്ത പകുതിയിലേക്ക് പോകുമ്പോൾ അടുത്ത സൂചന എന്താണ്? ഇടത്തേ അറ്റത്തെ രണ്ടക്ക സംഖ്യ ഒരു ത്രികോണ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ത്രികോണ സംഖ്യ? ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കണ്ട, 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ ആദ്യത്തെ 1 ഒരു ത്രികോണ സംഖ്യയാണ്. പിന്നെ അടുത്ത നമ്പർ കൂട്ടിയാൽ എത്ര കിട്ടുക? 1 2 3. അടുത്ത ത്രികോണ സംഖ്യ 3 ആണ്. 3 3 6 ആണ് മൂന്നാമത്തെ ത്രികോണ സംഖ്യ. 6 4 10, 10 5 15, 15 6 21, 21 7 28, 28 8 36, 36 9 45, 45 10 55, 55 11 66, 66 12 78, 78 13 91 വരെ. അപ്പോൾ 91ന്റെ അപ്പുറത്ത് വരുമ്പോൾ അത് 100ന്റെ അപ്പുറത്തേക്ക് കടന്നുപോയി. നമുക്കിവിടെ പറയുന്നത് രണ്ടക്ക സംഖ്യയാണ്. രണ്ടക്ക സംഖ്യ. ഇപ്പോൾ ത്രികോണ സംഖ്യ, ആ രണ്ടക്കങ്ങളും ചേർന്ന രണ്ടക്ക സംഖ്യ ഒരു ത്രികോണ സംഖ്യയാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്പറിൽ ഏതോ ഒന്നേ വരൂ.
ഇവിടുന്ന് 10 മുതലാണ് 2 അക്കങ്ങളുള്ള സംഖ്യ തുടങ്ങുന്നത്. 10, 15, 21, 28, 36, 45, 55, 66, 78, 91 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഇപ്പൊ ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടി ഇങ്ങ് പോരുക. കിട്ടുന്ന എല്ലാം ത്രികോണ സംഖ്യകൾ. യെസ്. അപ്പോ അത് ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ ബാക്കിയുള്ള അക്കങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ മറ്റൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ഇടത്തേ അറ്റത്തുള്ള 4 അക്ക സംഖ്യ 10ന്റെ ഗുണിതമാണ്. ഇടത്തേ അറ്റത്തുള്ള 4 അക്ക സംഖ്യ 10ന്റെ ഗുണിതമാണ്. 10ന്റെ ഗുണിതത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ. 10, 20, 30, 40, 50 ഇതിലെല്ലാം വലതുഭാഗത്ത്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത്, 1ന്റെ സ്ഥാനത്ത് എപ്പോഴും 0ആണ്. 10ന്റെ ഗുണിതമാണെങ്കിൽ 1ന്റെ സ്ഥാനം, അതായത് വലത്തേ അറ്റത്തെ സ്ഥാനം എപ്പോഴും 0 ആയിരിക്കും. യെസ്. ഇനി അടുത്തൊരു സൂചന എന്താണ്? ഇടത്തേ അറ്റത്തെ 3 അക്കങ്ങളും കൂട്ടിയാൽ 3 അക്കങ്ങളുടെയും തുക, ഇടത്തേ അറ്റത്ത് 3 സ്ഥാനങ്ങളിൽ 3 അക്കങ്ങൾ ഉണ്ടാവും. ആ 3 അക്കങ്ങളും ചേർന്ന സംഖ്യ ഒരു സമചതുര സംഖ്യയായിരിക്കുന്നതാണ്. അപ്പോ ഇത്രയും സൂചനകൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഈ പസിലിന്റെ കുരുക്കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാസ്വേഡ് കണ്ടെത്തുന്ന. അപ്പോ ഇന്ന സ്ഥലത്ത് ഈ 10 എണ്ണത്തിലും ഇന്നതാണ് എന്ന നമ്പർ പറയാതെ വെറും സൂചനകളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് ഓരോ ഘട്ടവും അതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും, ഇതിങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയേ വരൂ എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ കൃത്യമായി യുക്തി ചിന്തയിലൂടെ ഉത്തരം കണ്ടെത്താവുന്ന നല്ലൊരു പസിൽ, അത് LP തലത്തിലുള്ളത്. അപ്പോൾ ഒരു പസിലിന്റെ എല്ലാ ഗുണങ്ങളും അതിലുണ്ട്. ഒപ്പം LP തലത്തിൽ പഠിക്കാനുള്ള ആശയങ്ങൾ മാത്രമേ അതിലുള്ളൂ എന്നുള്ളതാണ്. ഇനി വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ലളിതമായി LPയിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പസിലാണ്. രക്ഷിതാക്കളും ടീച്ചേഴ്സും ശ്രദ്ധിക്കുക, നമ്മളെ കുട്ടികളെ നന്നായിട്ട്. അപ്പോൾ ഇത് ഞാൻ കോളം വരച്ച് ലൈവായിട്ടാണ് ഉത്തരം ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒന്നും കൂടെ കുട്ടികളോടും ടീച്ചേഴ്സിനോടും രക്ഷിതാക്കളോടും, പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഒരു ചോദ്യവും ഉത്തരവും എന്ന് പറഞ്ഞാൽ ഒരു പസിലല്ല. പല സ്ഥലത്തും ഞാനത് കണ്ടിട്ടുണ്ട്. ചോദ്യം അവതരിപ്പിക്കും, കുട്ടി അതിന്റെ ഉത്തരവും പറയും, അതോടെ പസിൽ തീർന്നു. ഒരിക്കലും ഒരു ചോദ്യോത്തര പരിപാടിയല്ല പസിൽ. ഞാൻ ഇങ്ങനെ ഈ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്ന് ഞാൻ പഠിച്ച കണക്കുപയോഗിച്ച് എന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് ഓരോ പ്രശ്നവും ഓരോ ഘട്ടവും മറികടന്ന് കൃത്യമായി ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് ജഡ്ജസിനെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് നിങ്ങളുടെ വിജയം. അവതരണത്തിനാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടുക. അപ്പോൾ നന്നായി അവതരിപ്പിക്കുക. ഒരുപാട് തവണ വീട്ടിൽ നിന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. നമ്മളൊരു കഥാപ്രസംഗം പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രസംഗം, മലയാള പ്രസംഗമൊക്കെ പഠിക്കുന്നത് പോലെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തട്ടും തടവുമില്ലാതെ ജഡ്ജസിനെ 3 പേരെയും മാറി നോക്കിക്കൊണ്ട്, അവരെ മുഖത്ത് നോക്കിക്കൊണ്ട്, അവരെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ പറയാൻ. എന്തുകൊണ്ടാ? നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് മാത്രമേ അങ്ങനെ അവരുടെ അല്ലെങ്കിൽ മറ്റൊരാളിന്റെ മുഖത്ത് കണ്ണിൽ നോക്കി പറയാൻ പറ്റൂ. ലേശം ഒരു സംശയമുണ്ട്, കുട്ടീന്റെ മുഖം താഴോട്ടാവും, നോട്ടം താഴോട്ടാവും എന്ന് വെച്ചാൽ എവിടെയോ എന്തോ ഒളിക്കുന്നുണ്ട് എന്ന് ജഡ്ജസിന് അന്നേരം ബോധ്യമാകും. ഈ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ അവരെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്ത അതാണ്. അപ്പോൾ മാർക്ക് ആ രൂപത്തിലാണ് വീഴുക. ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക്, ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ആ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച കുട്ടിക്ക് മാത്രമേ ജഡ്ജസിന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് സംസാരിക്കാനാവൂ. നല്ല ശബ്ദത്തിൽ പറയണം, പരമാവധി ശബ്ദം. കാരണം നിങ്ങൾ ആ ഇരിക്കുന്ന ക്ലാസ് റൂമിൽ മറ്റു കുട്ടികൾ ബഹളം കൂട്ടുന്നുണ്ടാവും. ആ ബഹളത്തെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ജഡ്ജസിന് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ അവതരിപ്പിക്കണം. ചെറിയ കുട്ടികൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ജഡ്ജസ് ഇങ്ങനെ ചെവി താഴ്ത്തി കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അത്രയും ശബ്ദം താഴ്ത്തിയിട്ടായിരിക്കും പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇതാരും കേൾക്കരുത് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ
നല്ല മനസ്സിലാവാത്ത കുട്ടിയാണ്, ശരിക്കത് പഠിക്കാത്ത കുട്ടിയാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും നന്നായി നിങ്ങളുടെ കുട്ടികൾ അവതരിപ്പിക്കട്ടെ. അതിനുള്ള എല്ലാ സഹായങ്ങളും കുട്ടികളുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ചെയ്തു കൊടുക്കുക. അപ്പോൾ മക്കളോട് പറയാനുള്ളത് ഏറ്റവും നന്നായി സമ്മാനം അതൊരു കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യും. കഴിഞ്ഞ കൊല്ലം കിട്ടിയ കുട്ടിക്ക് ഈ പ്രാവശ്യം കിട്ടണമെന്നില്ല. ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടി ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു പോകാം മറ്റു പല കാരണങ്ങളാൽ. അപ്പോൾ അതിൽ കാലാവസ്ഥ ഒരു ഘടകമാണ്. കുട്ടീൻ്റെ അന്നത്തെ മാനസികാവസ്ഥ, വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഉപകരണം കൃത്യതയില്ലായ്മയെല്ലാം വന്നാൽ, അപ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടെ പോയാലും ചില ഘടകങ്ങൾ നമ്മൾ പ്രതികൂലമായി വന്നേക്കാം. അപ്പോൾ പ്രതീക്ഷിച്ച പോലെയൊന്നല്ല റിസൾട്ട് ഉണ്ടാവുക. ആ റിസൾട്ടിനെ കുറിച്ച് ആകുലപ്പെടാതെ നമ്മൾ എന്താണോ ഏറ്റെടുത്ത ദൗത്യം അത് ഏറ്റവും ഭംഗിയായി 100% ഭംഗിയായി ഏറ്റവും കൃത്യതയോടെ നിങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചെയ്യാറുള്ളത്. സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ, കിട്ടിയില്ലെങ്കിൽ പിന്നെ വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് അടുത്ത കൊല്ലം ഞാൻ ഈ പണിക്കേ ഇല്ല എന്നൊന്നും തീരുമാനിക്കരുത്. അതല്ല, എന്തുകൊണ്ട് പുറകോട്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത കൊല്ലം അതുകൂടെ മറികടന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. LP തലത്തിലേക്ക് പറ്റിയ ഒരു പസിൽ മത്സരത്തിന് പറ്റിയ ഒരു പസിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ LP തലത്തിലുള്ള പസിൽ ഒന്ന് LPയിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത് പസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അതിൻ്റെ ലോജിക്കൽ തിങ്കിങ് ആണ്. യുക്തിപരമായി ചിന്തിച്ച് പ്രശ്നത്തെ മറികടക്കാനുള്ള മാർഗം കണ്ടെത്തലാണ്. അപ്പോൾ ലോജിക്കൽ തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നമ്മുടെ LP നിലവാരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ടുമാണ് അത്തരത്തിലുള്ള പസിൽ. അപ്പോൾ മത്സരത്തിന് അത്തരത്തിലുള്ള പസിൽ ആണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്പർ പസിലാണ്. അപ്പോൾ ജഡ്ജസ് വരുമ്പം കുട്ടിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് പേപ്പറിൽ നമ്മൾ 4 സെന്റിമീറ്റർ വലുപ്പമുള്ള കളങ്ങൾ, അപ്പോൾ 40 സെന്റിമീറ്റർ നീളത്തിലും ഇനി 40 ഇല്ലെങ്കിൽ 30 സെന്റിമീറ്റർ വീതിയിലും താഴോട്ടും, ഇനി സമചതുരായാലും കുഴപ്പമൊന്നുമില്ല, 40 സമചതുരം. അതിനെ 4ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 4, 8 അങ്ങനെ പോയിന്റ് ഇട്ടുകൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് 10 × 10 100 സമചതുരങ്ങൾ കിട്ടും. അപ്പോൾ ഇതിൽ ലൈവായിട്ടാണ് നമ്മൾ ആ പസിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പസിലാവുമ്പോൾ അതിനൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഉതകുന്ന സൂചനകൾ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഒരു പസിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കതൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ കഥയൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് കൃത്യമായി പറയാം. യെസ്, ഇവിടെ ഒരു 10 അക്ക സംഖ്യ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സൂചനകൾ കൊണ്ട് മാത്രം ഈ 10 അക്ക സംഖ്യ നമുക്ക് തിരിച്ചെടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് സൂചന? ഒന്നാമത്തെ സൂചന, അക്കങ്ങൾ വ്യത്യസ്തമായ ഒരു 10 അക്ക സംഖ്യയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അക്കങ്ങൾ വ്യത്യസ്തമായ 10 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ അക്കങ്ങൾ ഉണ്ടാവും? അപ്പോൾ നമ്മളെ കയ്യിൽ എത്ര അക്കങ്ങളുണ്ട്? നമുക്ക് ആകെ 10 അക്കങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 10 അക്കങ്ങളും വേണം. അപ്പോൾ എന്തൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ. അപ്പോൾ 10 അക്കങ്ങളും ഉള്ള അപ്പോൾ ഏതെങ്കിലും അക്കം ആവർത്തിക്കുവോ? ഇല്ല. ഏതെങ്കിലും അക്കം മിസ്സാവുമോ? ഇല്ല. എല്ലാ അക്കങ്ങളും വേണം. അപ്പോൾ
അത്തരത്തിലുള്ള ഒരു നമ്പർ, ഒരു പാസ്വേഡ് കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിന്റെ രണ്ടാമത്തെ സൂചന തന്നിട്ടുള്ളത് വലത്തുനിന്നും രണ്ടാമത്തെ കോളത്തിൽ എന്ന് വെച്ചാൽ ഇതാണ്. വലതുവശത്തു നിന്നും രണ്ടാമത്തെ കോളത്തിലുള്ള സംഖ്യയുടെ ഇരട്ടി ഇടതുഭാഗത്തും 3 മടങ്ങ് വലതുഭാഗത്തും കാണുന്നു എന്നാണ്. ഒന്നും കൂടെ, വലത്ത് നിന്ന് രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഇവിടെയുള്ള സംഖ്യകളുടെ ഇരട്ടിയായിരിക്കണം ഇവിടെ. ഇനി ഇവിടെയുള്ളതിന്റെ 3 മടങ്ങാണ് ഇവിടെ വരേണ്ടത്. യെസ്, ഇതാണ് രണ്ടാമത്തെ സൂചന. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ആ സൂചനയനുസരിച്ച് നമ്മൾ ആദ്യം രണ്ടാമത്തെ കോളത്തിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാ നമ്പർ എന്നറിയോ? ഇല്ല. അപ്പോ വരാൻ സാധ്യതയുള്ള എല്ലാ നമ്പറും നമ്മൾ ഇവിടെ എഴുതുകയാണ്. ആദ്യം 1 വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, 1. ആ 1 ഞാൻ ഇവിടെ എഴുതുകയാണ്. യെസ്, അത് ലേശം 1. അപ്പോ രണ്ടാമത്തെ കോളത്തിൽ 1 എഴുതി. ഈ 1 ആണോ അറിയില്ലേ, ഉറപ്പില്ല. ഇനി ഇവിടെ 1 ആണെങ്കിൽ ഇടത് ഭാഗത്ത് എത്രയാന്നാ പറഞ്ഞേ? ഇതിന്റെ 2 മടങ്ങാന്ന് പറഞ്ഞേ. അപ്പോ എത്രയാണ്? ഇവിടെ 2 വരിക. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2. അതുപോലെ ഇവിടെയോ 3. ഇവിടെ ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് 2 മടങ്ങും വലത് ഭാഗത്ത് 3 മടങ്ങും എന്ന് പറഞ്ഞാൽ ഇതാ വലത് ഭാഗത്ത് 3 വരും. ഇത് ഇവിടെ 1 ആണെങ്കിലാണ്. 1 ആണോ നമുക്ക് ഉറപ്പില്ല. 2 വന്നൂടെ? തീർച്ചയായും 2 വരാം. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കൂ? ഇവിടെ 4 പറ്റൂ. ഇവിടെയോ 6 ആയിരിക്കും. അത് 2 ആണെങ്കിൽ. ഇനി 3 ആയിക്കൂടെ? ആവാം, 3. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കൂ? ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 3ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 9. യെസ്. ഇവിടെ 4 ആയാലോ? 4 ആയാൽ ഇടത് ഭാഗത്ത് 8, പക്ഷേ വലത് ഭാഗത്ത് 12 വരിക. 4 3 12 അപ്പോ നമ്മളെ താളം തെറ്റി. കാരണം 12 ഒന്നിച്ച് ഇവിടെ എഴുതാൻ പറ്റില്ല. ഇവിടെ ഒരക്കല്ലേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും 4 വരില്ല. 4 വരൂല്ല എന്ന് മാത്രമല്ല, 4ന് ശേഷമുള്ള ഒരു നമ്പറും വരില്ല. 5 വരില്ല, 6 വരില്ല, 7 വരില്ല, 8 വരില്ല, 9 വരില്ല, 0 വരില്ല. അപ്പോൾ വരാൻ സാധ്യതയുള്ളത് ഇതാ ഇവിടെ 1 2 3 മാത്രമാണ്. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇടത് ഭാഗത്ത് 2 വലതു ഭാഗത്ത് 3, 2 ആണെങ്കിൽ ഇടത് ഭാഗത്ത് 4 വലതു ഭാഗത്ത് 6, 3 ആണെങ്കിൽ ഇടത് ഭാഗത്ത് 6 വലതു ഭാഗത്ത് 9. അപ്പോൾ ഇതിലേതാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പില്ല. കാരണം ഈ 3 അവിടെ നിൽക്കുകയാണ്. ഏതാണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്താണ് അടുത്തത്? 4ാമത്തെ സ്ഥാനവും 3ാമത്തെ സ്ഥാനത്തെയും അക്കങ്ങൾ, 4ാമത്തെ സ്ഥാനത്തെയും 3ാമത്തെ സ്ഥാനത്തെയും അക്കങ്ങൾ ചേർന്ന സംഖ്യ ഒരു സമചതുര സംഖ്യയാണ്. അപ്പോൾ LP കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമചതുര സംഖ്യ എങ്ങനെയാണ്? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ 1 ഗുണിക്കണം 1 1, 2 ഗുണിക്കണം 2 4, 3 ഗുണിക്കണം 3 9. നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗത്ത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് വേറൊരു പേപ്പറിൽ തന്നെ എഴുതാം. പക്ഷെ ഞാനിത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാനിവിടെ എഴുതാം. അപ്പോൾ 1 ഗുണിക്കണം 1 1, 2 ഗുണിക്കണം 2 4, 3 ഗുണിക്കണം 3 9, 4 ഗുണിക്കണം 4 16, 5ന്റെ 25, 6 6 36, 7 7 49, 8 8 64, 9 9 81, 10 10 100. 100 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് 2 അക്കത്തിൽ പോയി. അപ്പോ ഈ 16 മുതൽ 81 വരെയുള്ള ഏതോ ഒരു 2 അക്ക സംഖ്യയാണ് ഇവിടെയും ഇവിടെയും ചേർന്ന് വരിക. അപ്പോ 2 അക്ക സംഖ്യയിൽ ഇല്ലെങ്കിൽ ഇതാ സ്ക്വയർ നമ്പറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 2 എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല.
അപ്പോൾ ഈ രണ്ടൊരിക്കലും വരില്ല. പിന്നെയോ അടുത്തത് 4 എവിടെയെങ്കിലും വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 64 എന്നതിന് ചാൻസ് ഉണ്ട്. യെസ്. ഇനി മറ്റൊന്ന് 6 വരുന്നുണ്ടോ? ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, രണ്ടിടത്തും വരുന്നുണ്ട് കേട്ടോ. 16, 36. മറ്റൊന്ന് നമ്മൾ നേരത്തെ കണ്ട 64. അങ്ങനെയാണെങ്കിൽ ഈ 6 ഇവിടെ നിർത്തി അപ്പോൾ 16 എന്നുള്ളൊരു കോമ്പിനേഷൻ വരാലും 16. മറ്റൊന്ന് 3 ഇവിടെ എഴുതിയാൽ 36 എന്നുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ 16, 36 അത് 6 നിലനിർത്തിക്കൊണ്ട്. ഇനിയോ 4 ഉണ്ട്. 4 64. 64-ന് 6 ഇവിടെ വെച്ചാൽ 6, 4 ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരാം. അപ്പോൾ വരാൻ സാധ്യതയുള്ള ഇത്രയേ ഉള്ളൂ. ഏത്? ഒന്നുകിൽ 16, അല്ലെങ്കിൽ 36, അല്ലെങ്കിൽ 64. യെസ്. ഇതിലും നമ്മൾ ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ഇനി അടുത്ത് അഞ്ചാമത്തെ കോളത്തിലുള്ള സംഖ്യ, അത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 3 തവണ ഗുണിച്ചതാന്ന് പറയുന്നുണ്ട്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 3 തവണ ഗുണിച്ചത്. അതേതാ അങ്ങനെയുള്ള സംഖ്യകൾ? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 3 തവണ ഗുണിച്ചാൽ ഏതാണ് ഫലം? നമുക്കൊന്ന് നോക്കുക. 1 ഗുണിക്കണം 1 ഗുണിക്കണം 1 എത്രയാ? അത് 1 തന്നെയാണ്. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 2 4, 4 2 8. ഇനി 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ 3 3 9, 9 3 27 ആയിപ്പോയി. 27 എന്ന് പറഞ്ഞാൽ 2 അക്കത്തിലേക്ക് പോയി. നമുക്ക് ഒരക്കമുള്ള ഇത് മാത്രമേ കിട്ടൂ. ഏത്? 1ഉം 8ഉം. അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ എഴുതുകയാണ് 1 8. ഇതല്ലാതെ മറ്റൊന്നും ഇവിടെ വരില്ല. ഈ രണ്ടിലേതോ ഒന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 5 കോളത്തിൽ എഴുതിയെങ്കിലും ഏത് കോളത്തിൽ ഏത് നമ്പറാണ് ഉറപ്പ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി അതിനുള്ള പണി തുടങ്ങാം. എങ്ങനെയാ? ഇതാ നമുക്ക് നോക്കാം. ഈ 5ാമത്തെ കോളത്തിലെയും 4ാമത്തെ കോളത്തിലെയും രണ്ടക്ക സംഖ്യകൾ, അതായത് ഇതാ ഇവിടെയുള്ള സംഖ്യയും ഇവിടെയുള്ള അക്കവും 5ാമത്തെ കളത്തിലുള്ള അക്കവും 4ാമത്തെ കളത്തിലുള്ള അക്കവും ചേർന്ന രണ്ടക്ക സംഖ്യ. അങ്ങനെയാണല്ലോ. ഇവിടെയുള്ളോ ചേർന്ന് വരുമ്പോൾ രണ്ടക്ക സംഖ്യ. അതൊരു സമചതുര സംഖ്യ എന്നാണ് പറഞ്ഞത്. അതുപോലെ 4ാമത്തെയും 3ാമത്തെയും ഇവിടെയും സമചതുര സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ചേർന്ന സമചതുര സംഖ്യ, അതുപോലെ ഇത് രണ്ടും ചേർന്നാലും സമചതുര സംഖ്യ. അതാണ് നമുക്ക് സൂചനയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമ്മൾ 1 ഇവിടെ എങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മൾ 1 ഇവിടെ എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ സമചതുര സംഖ്യ രണ്ടക്ക സംഖ്യ ഏതാ? അത് ഇവിടെ 6 മാത്രമേ വരൂ. കാരണം 16 സമചതുര സംഖ്യയാണ്. 11 സമചതുര സംഖ്യയല്ല, 13 അങ്ങനെയല്ല. ഉള്ളത് ഏതാണ്? 1 എടുക്കുന്നെങ്കിൽ 16. ഓക്കെ, നമുക്കത് എടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇവിടെ 6 എടുക്കുന്നതെങ്കിൽ ഇവിടെ 64 64-ന് സാധ്യതയുണ്ട്. ഓക്കെ, അത്രയും റെഡിയായി. പക്ഷേ ഇവിടെ 6 എടുക്കുന്നതെങ്കിൽ ഇതെടുക്കാവോ? 6 നമുക്ക് ഒന്നല്ലുള്ളൂ. 639 എന്നുള്ള കോമ്പിനേഷൻ പിന്നെ എടുത്തുകൂടാ. കാരണം ഒരു 6 ഇവിടെ വന്ന്. ഇതെടുക്കാവോ നോക്ക്. 426, അപ്പോഴും 6 വരുന്നുണ്ട്. 2 നമ്മളെ പാസ്വേഡിൽ വരൂല്ലല്ലോ. 1 ഉള്ളൂ, 6 ഉള്ളൂ. അപ്പോൾ അതും പറ്റില്ല. ഇനി ഇവിടെ പറ്റുമോ നോക്ക്. 213 ഇവിടെ ഉള്ളത്. അതും പറ്റില്ല. കാരണം എന്താ? ഇവിടെ 1 ഉണ്ട്. ആ 1 നമ്മൾ ആദ്യം എടുക്കുന്നത്. 16 എടുത്താൽ ഇതെടുക്കാനും പറ്റൂല, ഇതെടുക്കാനും പറ്റൂല, ഇതെടുക്കാനും പറ്റൂല. ചുരുക്കി പറഞ്ഞാൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഒരിക്കലും 1 ഇവിടെ. ഇനി 8 ആണെങ്കിലോ? 8 ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 8 ആണെങ്കിൽ സാധ്യത 83, 86 ഇല്ല. സാധ്യത 81-ന് മാത്രമാണ്. 81-ന് മാത്രമാണ് സാധ്യത. ആട്ടെ,
81 എടുക്കുന്നതെങ്കിൽ ഈ ഒന്ന് ഇതാ ഇവിടെയും ചേർന്നതും സമയോദര സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ലേ. 1 ഇവിടെ എടുക്കുവാണ്, 12 ഇല്ല, സമയോദര സംഖ്യ അല്ല, 14 അല്ല, 16 ആണ്. അപ്പോൾ അടുത്ത വരുത്ത് ഇങ്ങനെയാണ് വരുന്നത് 16ലേക്ക്. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ല, 81 ആവാം, ഇവിടെ 81 ആവാം, ഇവിടെ 16 ആവാം, രണ്ടും സമയോദര സംഖ്യകളാണ്. ഇവിടെ 6 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയല്ലേ പോവാ, 639 ആണല്ലോ പോവാ. യെസ്, അങ്ങനെയാണ് 3 9 എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം മുമ്പിലുണ്ടോ? ഇല്ല. നേരത്തെ എടുത്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ്. ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണെങ്കിൽ നാലാമത്തെ കോളത്തിൽ 1 ആണ്. കാരണം 81 ആയാലേ സമയോദര സംഖ്യയാവൂ. ഇവിടെ 1 ആണ് എടുക്കുന്നതെങ്കിൽ ഇത് 16 ആണ്, മൂന്നാമത്തെ കോളത്തിൽ 6 ആണ്. 16 ആണെങ്കിൽ മാത്രമേ സമയോദര സംഖ്യയാവൂ. ഇവിടെ 6 ആണ് എടുക്കുന്നതെങ്കിൽ ഈ കോമ്പിനേഷനേ വരാവൂ. കാരണം മധ്യഭാഗത്തുള്ള സംഖ്യയുടെ ഇരട്ടി ഇടതുഭാഗത്തും 3 മടങ്ങ് വലതുഭാഗത്തും എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉറപ്പിക്കുകയാണ്, ഈ ഭാഗത്ത് ഇത് 8 ആണ്, ഇത് 1, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 9. പകുതി പണിയാണേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഉറപ്പിച്ച ഒന്ന് താഴേക്ക് എഴുതി വെക്കുക കേട്ടോ. ഇവിടെ 8 1 2 6 6 3 9. ഇത്രയും നമ്മൾ ചെയ്ത്. ഇനി പകുതി കൂടിയുണ്ട്. നമുക്ക് ഉറച്ചത് 9 3 6 1 8 ഇത്രയും നമ്പറുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതും കഴിച്ച് ബാക്കിയല്ലേ ഈ 5 സ്ഥാനങ്ങളിൽ വരൂ. 1 2 3 4 5 സ്ഥാനം ഇനിയുണ്ട്. 5 സ്ഥാനത്തേക്കുള്ള അക്കങ്ങൾ ഏതായിരിക്കൂ? ഇതല്ലാത്തതായിരിക്കും. അപ്പോൾ അതേതെല്ലാം നോക്കുക നമുക്ക്. 1 ഇവിടെ പോയതാണ്, അപ്പോൾ നമുക്ക് എഴുതിക്കൂടാ. 2 ഓക്കെ വരാം. 3 പറ്റില്ല, ഇവിടെയുണ്ട്. 4 വരാം. 5 വരാം. 6 പറ്റില്ല. 7 8 പറ്റില്ല. 9 പറ്റില്ല. പിന്നെ ഒന്നും കൂടി ഏതാണുള്ളത്? 0 2 4 5 7 ആണ് ഇനിയുള്ളത്. ശരി, ഇനി നമ്മൾ അടുത്ത സൂചനയിലേക്ക് കിടക്കുകയാണ്. ഇടത്തേ അറ്റത്തുള്ള രണ്ടക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ. ഇടത്തേ അറ്റത്തുള്ള രണ്ടക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 9 10 ആണ്. ഇതാ ഇവിടെയുള്ള രണ്ടക്കങ്ങൾ ചേർന്ന രണ്ടക്ക സംഖ്യ ഒരു ത്രികോണ സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് ത്രികോണ സംഖ്യ? നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കാം. ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതുന്നതാണ്. ആദ്യത്തെ 1 തന്നെയാണ് 1. പിന്നെയോ 1 2 3, 3 3 6, 6 4 10, 10 5 15, 15 6 21, 21 7 28, 28 8 36, 36 9 45, 45 10 55, 55 11 66, 66 12 78, 78 13 91. ഇനി അപ്പുറം പോയാൽ 100ന്റെ അപ്പുറത്തേക്ക് കിടക്കും. അപ്പോൾ രണ്ടക്ക സംഖ്യയല്ല, 3 അക്ക സംഖ്യയായിപ്പോയി. അതുകൊണ്ട് ഇവിടം വരെ നമ്മൾ എഴുതാം. ഇതിൽ 2 അക്കമുള്ള ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ 10 മുതൽ 91 വരെയുള്ളതാണ്. അപ്പോ ഇനി ഓരോന്നും പരിശോധിക്കുക. ഇതിൽ ഏതക്കമാണ് ഇവിടെ വരാൻ പോകുന്നത്? നമ്മളെ കയ്യിൽ ഏതൊക്കെയാണുള്ളത്? 0 2 4 5 7 മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട്, അതായത് ഈ അക്കങ്ങൾ എങ്ങനെങ്കിലും ഏതെങ്കിലും തരത്തിൽ അറേഞ്ച് ചെയ്താൽ ഇതാ ഈ അതായത് രണ്ടക്ക ത്രികോണ സംഖ്യകളിൽ ഏതെങ്കിലും വരുമെന്നോ നോക്കണ്ടേ. 10 എടുക്കാവോ? 0 ഉണ്ടെങ്കിലും 1 ഇല്ല, അതുകൊണ്ട് അത് വിട്ട്. 15 എടുക്കാവോ? 5 ഉണ്ട് പക്ഷെ 1 ഇല്ല. 21 2 ഉണ്ട് പക്ഷെ 1 ഇല്ല, അത് എടുത്തൂടാ. 28 2 ഉണ്ട് 8 ഇല്ല. 36 2 ഇല്ല, അത് എടുത്തൂടാ. 45
45 ഉണ്ടോ നോക്ക്. ഇതാ 4 ഇവിടെയുണ്ട്, 5 ഇവിടെയുണ്ട്. അപ്പോൾ ഒരു സാധ്യത 45. ഇനി നോക്കുക 55 വരുമോ? 2 5 ഒരിക്കലും വരൂല്ലോ. 66 അതും ഒരിക്കലും കിട്ടൂല. 78 7 ഉണ്ടെങ്കിലും 8 ഇല്ല. 91 2 ഇല്ല. അപ്പോൾ ഇത് മാത്രമല്ലേ ഉള്ളൂ 45. പിന്നെ ഒരു സംശയമില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ 45 മാത്രമേ വരൂ. യെസ്, 45 മാത്രമേ വരൂ. അപ്പോൾ അതിൽ ഒരു സംശയമില്ല, 45 ഉറപ്പിച്ച്. ഇനി അപ്പോൾ ഈ കൂട്ടത്തുനിന്ന് 4 പോയി 5 പോയി. ഇനി 0 2 7 മാത്രമേ ഉള്ളൂ. ശരി, ഇനി അടുത്ത എന്താണ്? അടുത്ത പറയുന്നത് ഇടത്തെ അറ്റത്തെ 4 അക്ക സംഖ്യ. 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇവിടം വരെയുള്ള സംഖ്യ. ഇടത്തെ അറ്റത്തെ 4 അക്ക സംഖ്യ 10ന്റെ ഗുണിതമാണ് എന്ന് പറയുന്നുണ്ട്. എന്താ 10ന്റെ ഗുണിതത്തിന്റെ പ്രത്യേകത? 10ന്റെ ഗുണിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റത്ത് 0 കാണൂ. അപ്പോൾ 40 50 60 70 500 1000 അതൊക്കെ 10ന്റെ ഗുണിത എന്ന് വെച്ചാൽ അതിന്റെ വലത്തെ അറ്റത്ത് അതായത് 1ന്റെ സ്ഥാനത്ത് എപ്പോഴും 0 മാത്രമേ വരൂ. അങ്ങനെയാണ് ഈ 4 അക്ക സംഖ്യ 10ന്റെ ഗുണിതമാണ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, ഈ 4ാമത്തെ ഈ സ്ഥാനം 0 ആയിരിക്കും. അത് ഉറപ്പിച്ച കാര്യമാണ്, കാരണം അതിലൊരു സംശയമില്ല. യെസ്. ഇനിയോ അടുത്ത ഏതാണ്? ഇനി 2 ഉണ്ട് 7 ഉണ്ട്. ഇവിടെ 2 ആണോ 7 ആണോ എന്നറിയില്ല, ഇവിടെയും 2 ആണോ 7 ആണോ എന്നറിയില്ല. അപ്പോ ഇനി അടുത്ത സൂചന നോക്കാം. അടുത്ത സൂചന എന്താണ്? ഇടത്തെ അറ്റത്തെ 3 അക്കങ്ങൾ കൂട്ടിയാൽ ഒരു സമചതുര സംഖ്യ കിട്ടുന്നതാണ്. ഇടത്തെ അറ്റത്തെ 3 അക്കങ്ങൾ അതേതല്ല? 1 4 1 5 ഇവിടെ ഏതാണെന്ന് അറിയില്ല. ഇവിടെ വരാൻ സാധ്യതയുള്ള 2 7 ആണ്. അപ്പോൾ 2 വെച്ച് നോക്കിയാൽ നമുക്കൊന്ന് നോക്കുക. 4 5 9 9 2 11. 11 ഒരിക്കലും സമചതുര സംഖ്യയല്ല. ഇനി 7 വെച്ച് നോക്കിയാലോ? 4 5 9 9 7 16 സമചതുര സംഖ്യ വന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 തന്നെയാണ്. ഇവിടെ 7 ആണെങ്കിൽ പിന്നെ ഒരു സംശയമില്ല, ഇവിടെ 2 തന്നെയായിരിക്കുമല്ലോ. ഇതാ നമ്മൾ ഉദ്ദേശിച്ച ആ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പാസ്വേഡ് ഇതാണ്: 4 5 7 0 2 8 1 6 3 9. ഇവിടെ 2 0 7 5 4. ഇതാണ് നമ്മളെ പാസ്വേഡ്. അപ്പോൾ ജഡ്ജസിന്റെ മുമ്പിൽ നിന്ന് ഇതേ രൂപത്തിൽ ഞാൻ എങ്ങനെയാണ് ഇപ്പം അവതരിപ്പിച്ചത്? നമ്മൾ തുടക്കത്തിൽ ഈ കോളം വരച്ചിട്ട് 1 മുതൽ 10 വരെ കള എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ നടത്തിയ പോസ്റ്റിംഗ് മുതൽ 1 എഴുതിയത് മുതൽ മുഴുവൻ അതിൻ്റെ കൃത്യമായ വഴികളിലൂടെ പോയിട്ട് കണ്ടെത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു സംശയവും ഇല്ലാത്ത രൂപത്തിൽ ജഡ്ജസിന് ഇത് മനസ്സിലാവും. അപ്പോൾ നല്ല ഒച്ചത്തിൽ മുമ്പിലുള്ള 3 ജഡ്ജസിനെ മാറി മാറി നോക്കിക്കൊണ്ട് നമ്മൾ ഇത് അവതരിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ പലതവണ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെ മുമ്പിൽ അച്ഛനോ അമ്മയോ ഏട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഒരാൾ നിന്ന് അവർ ജഡ്ജാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതേ രൂപത്തിൽ പ്രസന്റ് ചെയ്യുക കേട്ടോ.